ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഷേർ എന്നുള്ള കഹാനിയാണ്. ഈ കഹാനി രചിച്ചിട്ടുള്ളത് അസ്ഗർ വജാഹത്താണ്. അദ്ദേഹം ഹിന്ദിയിലെ സമകാലീന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രചന നടത്തുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ജൂലൈ 5, 1946 ഉത്തർപ്രദേശിലെ ഫത്തേപൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ഹിന്ദി പ്രൊഫസറും അതുപോലെ തന്നെ എഴുത്തുകാരനുമാണ്. അദ്ദേഹം നാടകം, കഥ, ഉപന്യാസം എന്ന് വെച്ചാൽ നോവല്, അതുപോലെ യാത്രാ വിവരണം, അനുവാദ, ട്രാൻസ്ലേഷൻ, തർജ്ജമ ചെയ്യുക, ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ടെലിവിഷൻ അതുപോലെ തന്നെ ഫിലിം ഇതിനൊക്കെ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. 2006 കാസി ആഗ് ലഗായി എന്ന അദ്ദേഹത്തിന്റെ നോവലിന് UK കഥാസമ്മാൻ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ദയാലുത വ ഭാഷ ഹെ ജിസെ ബഹരെ സുൻ സക്തെ ഹെ और अंधे देख सकते हैं. മാർക്ക് ഡോയിൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ദയ എന്നത് ബധിരർക്ക് കേൾക്കാൻ കഴിയുന്ന ഭാഷയും അന്ധർക്ക് കാണാൻ കഴിയുന്ന ഭാഷയുമാണ് എന്നാണ് പറയുന്നത്. आजकल समाज में मानवता कम हो रही है, अन्याय और अत्याचार बढ़ रहे हैं. पढ़े അസ്ഗർ വജാഹത്ത് की कहानी शेर. ഇന്ന് സമൂഹത്തില് മനുഷ്യത്വം കുറഞ്ഞു വരികയും അതുപോലെ തന്നെ അന്യായവും അത്യാചാരങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള കഹാനിയാണ് അസ്ഗർ വജാഹത്തിന്റെ ഷേർ കഹാനി. मैं तो शहर से या आदमियों से डरकर जंगल इसलिए भागा था कि मेरे सिर पर सींग निकल रहे थे और डर था कि किसी न किसी दिन कसाई की नज़र मुझ पर ज़रूर पड़ जाएगी. ഞാൻ ഷെഹർ പട്ടണത്തിൽ നിന്നും അല്ലെങ്കിൽ ആളുകളിൽ നിന്നും പേടിച്ച് പേടിക്കുക ഈ ജംഗലിലേക്ക് ഈ കാട്ടിലേക്ക് ഓടി വന്നതിന് ഒരു കാരണമുണ്ട്. എന്തെന്നാൽ എൻ്റെ തലയിൽ കൊമ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. ഏതെങ്കിലും ഒരു ദിവസം കസായി എന്ന് വെച്ചാല് കശാപ്പുകാരന്റെ ദൃഷ്ടി എന്റെ മേൽ പതിയുമെന്ന് ഞാൻ പേടിച്ചു. जंगल में मेरा पहला ही दिन था जब मैंने बरगद के पेड़ के नीचे एक शेर को बैठे हुए देखा. इससे पहले चूंकि चित्रों में आंखें बरगद के पेड़ के नीचे गौतम बुद्ध की देखने की आदि थी, इसलिए पहली नजर में शेर गौतम बुद्ध नजर आया. लेकिन शेर का मुंह खुला हुआ था. शेर का खुला मुंह देखकर मेरा जो हाल होना था हुआ, यानी मैं डर के मारे एक ജാടി കെ പീछे छिप गया. കാട്ടിലേക്ക് പോയി ആദ്യത്തെ ദിവസം ഞാനൊരു ബർഗദ് കെ പേഡ് കെ നീച്ചെ, അതായത് ഒരു ബർഗദ് എന്ന് വെച്ചാൽ ഒരു മരമാണ്. ആ മരത്തിന്റെ താഴെ ഒരു സിംഹം, ഒരു ഷേർ ഇരിക്കുന്നത് കണ്ടു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം ഈ പേടിന്റെ താഴെ ഗൗതമ ബുദ്ധൻ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ നോട്ടത്തിൽ ആ ഷേർ, ആ സിംഹം ഗൗതമ ബുദ്ധനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം സിംഹത്തിന്റെ വായ തുറന്നു. സിംഹത്തിന്റെ തുറന്ന വായ കണ്ട് പേടിച്ച് ഞാനൊരു ഒരു ബുഷ്, കാട്ടിലെ ഒരു ചെടി, അതിന്റെ പിന്നില് ഒളിച്ച് നിന്നു. मैंने देखा कि जाड़ी की ओट भी गजब की चीज है. अगर जाड़ियां न हो, शेर का मुंह ही मुंह हो और फिर उससे बच जाना बहुत कठिन हो जाए. कुछ देर के बाद मैंने देखा कि जंगल के छोटे मोटे जानवर एक लाइन से चले आ रहे हैं. शेर के मुंह में घुसते चले जा रहे हैं. शेर बिना हिले डुले, बिना चबाए जानवर गटकता जा रहा है. यह दृश्य देखकर मैं बेहोश होते होते बचा. ഞാൻ ആ കള്ളിച്ചെടിയുടെ പിന്നിൽ ഒളിച്ചിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ചെടികൾക്കും എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തോരം മഹത്വമുണ്ട് എന്ന്. കാരണം ഈ ചെടി ഇല്ലായിരുന്നെങ്കിൽ ഞാനും ആ സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടു പോയേനെ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ആ കാട്ടിലെ ചെറിയ ചെറിയ ആനിമൽസ്, മൃഗങ്ങള് ലൈനായിട്ട് ഈ സിംഹത്തിന്റെ വായിലേക്ക് നടന്ന് കയറുകയാണ്. സിംഹമാണെങ്കിൽ ബിനാ ഹിലേ ഡുലെ എന്ന് വെച്ചാൽ ഇളകാതെ, ബിനാ ചബായെ, ചബാന എന്ന് വെച്ചാൽ ചവയ്ക്കുക, അപ്പോൾ ചവയ്ക്കാതെ എല്ലാ മൃഗങ്ങളെയും വിഴുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ദൃശ്യം
ഞാൻ അബോധാവസ്ഥയിലേക്ക് പോകേണ്ടതായിരുന്നു. ബേഹോഷ് ഹോന, ബോധം കെടുക. അഗ്ലേ ദിൻ मैंने एक गधा देखा जो लंगड़ाता हुआ शेर के मुंह की तरफ जा रहा था. ഗധ, കഴുത. പിറ്റേ ദിവസം ഞാനൊരു കഴുതയെ കണ്ടു. അത് ലംഗടാത്ത എന്ന് വെച്ചാൽ മുടന്തിക്കൊണ്ട് ആ സിംഹത്തിന്റെ വായിലോട്ട് പോവുകയായിരുന്നു. मुझे उसकी बेवकूफ़ी पर सख्त गुस्सा आया और मैं उसे समझाने के लिए झाड़ी से निकलकर उसके सामने आया. കഴുതയുടെ വിഡ്ഢിത്തം കണ്ട് ദേഷ്യം വന്ന ഞാൻ കഴുതയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബുഷിന്റെ ബാക്കിൽ നിന്നും പുറത്തേക്ക് വന്നു. मैंने उससे पूछा तुम शेर के मुंह में अपनी इच्छा से क्यों जा रहे हो. ഞാൻ ആ കഴുതയോട് ചോദിച്ചു, നീ ഈ സിംഹത്തിന്റെ വായിലോട്ട് സ്വന്തം ഇഷ്ടപ്രകാരം എന്തിനാണ് പോകുന്നത്? उसने कहा वहाँ हरी घास का एक बहुत बड़ा मैदान है, मैं वहाँ बहुत सुख से रहूँगा और खाने के लिए खूब घास मिलेगी. ഇപ്പൊ കഴുത പറയാണ്, അവിടെ ഒരുപാട് പച്ചപ്പുല്ലുള്ള ഒരു മൈതാനമുണ്ട്, അവിടെ എനിക്ക് ഇഷ്ടപ്രകാരം പച്ചപ്പുല്ല് കിട്ടും, അപ്പോൾ എനിക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാമെന്ന്. മാനെ കഹ വ ഷേർ കാ മുഹ് ഹെ. ഞാൻ പറഞ്ഞു, അത് സിംഹത്തിന്റെ വായാണ്. उसने कहा गधे व शेर का मुंह जरूर है पर वहाँ है हरी घास का मैदान. इतना कहकर वह शेर के मुंह के अंदर चला गया. അപ്പോൾ ആ കഴുത പറയാണ്, അത് സിംഹത്തിന്റെ വായ തന്നെയാണ്, പക്ഷേ അതിനുള്ളില് പച്ചപ്പുല്ലുള്ള ഒരു വലിയ മൈതാനമുണ്ട് എന്ന്. ഇത്രയും പറഞ്ഞിട്ട് കഴുത ആ സിംഹത്തിന്റെ വായിലോട്ട് നടന്നുപോയി. फिर मुझे एक लोमड़ी मिली. मैंने उससे पूछा तुम शेर के मुंह में क्यों जा रही हो. പിന്നീട് ഞാനൊരു കുറുക്കനെ കണ്ടു. നീ എന്തിനാണ് ഈ സിംഹത്തിന്റെ വായിലോട്ട് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചു. उसने कहा शेर के मुंह के अंदर रोजगार का दफ्तर है, मैं वही अर्जी दूंगी फिर मुझे नौकरी मिल जाएगी. ഈ ലോംഡി പറയാണ്, സിംഹത്തിന്റെ വായ്ക്കുള്ളില് റോസ്ഗാർ, തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു ദഫ്തർ, ഒരു ഓഫീസ് ഉണ്ട്. ഞാൻ അവിടെ അർജി, അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്, അപ്പോൾ എനിക്ക് ജോലി കിട്ടും, നൗക്കറി, ജോലി കിട്ടും. मैंने पूछा तुम्हें किसने बताया. उसने कहा शेर ने और वह शेर के मुंह के अंदर चली गई. ഞാൻ അതിനോട് ചോദിച്ചു, നിന്നോട് ആരാണിത് പറഞ്ഞത് എന്ന്. അപ്പോൾ റിപ്ലൈ കിട്ടിയത് എന്താന്ന് വെച്ചാൽ, ഈ സിംഹം തന്നെയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ സിംഹത്തിന്റെ വായിലോട്ട് തന്നെ നടന്നുപോയി. फिर एक उल्लू आता हुआ दिखाई दिया. मैंने उल्लू से वही सवाल किया. പിന്നീട് ഒരു ഉല്ലു, ഒരു മൂങ്ങയാണ് വന്നത്. അതിനോടും ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. उल्लू ने कहा शेर के मुंह के अंदर स्वर्ग है. मैंने कहा नहीं, यह कैसे हो सकता है. उल्लू बोला यह सच है और वही निर्वाण का एक रास्ता है. അപ്പം മൂങ്ങ മറുപടി പറഞ്ഞു, സിംഹത്തിന്റെ വായ്ക്കുള്ളില് സ്വർഗമുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, അതെങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് ചോദിച്ചു. അപ്പം മൂങ്ങ പറയാണ്, ഈ കാര്യം സത്യമാണ്, ഇതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുകയുള്ളൂ, ഈ സിംഹത്തിന്റെ വായിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ് മൂങ്ങ. ഓർ ഉല്ലു ബി ഷേർ കെ മുഹ് മേ ചലാ ഗയ. ഇത്രയും പറഞ്ഞിട്ട് മൂങ്ങയും ഈ സിംഹത്തിന്റെ വായിലോട്ട് പോയി. अगले दिन मैंने कुत्तों के एक बड़े जुलूस को देखा जो कभी हंसते गाते थे और कभी विरोध में चीखते चिल्लाते थे. उनकी बड़ी बड़ी लाल जीबें निकली हुई थी पर दुम सब दबाए थे. അടുത്ത ദിവസം ഞാൻ ഒരുപാട് നായ്ക്കളുടെ ഒരു കൂട്ടം വരുന്നത് കണ്ടു. അവര് ചില സമയത്ത് സന്തോഷിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. എന്നാൽ ചില സമയത്ത് അവർ ദേഷ്യത്തിൽ അല്ലെങ്കിൽ വിരോധം പ്രകടിപ്പിക്കുന്നത് പോലെ അലറി കരഞ്ഞൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ റെഡ് കളറിലുള്ള, ചുവപ്പ് നിറത്തിലുള്ള ജീബ്, നാക്ക് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ വാല് ഒതുക്കി പിടിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. कुत्तों का यह जुलूस शेर के मुंह की तरफ बढ़ रहा था. मैंने चीखकर कुत्तों को रोकना चाहा पर वे नहीं रुके और उन्होंने मेरी बात अनसुनी कर दी. वे सीधे शेर के मुंह में चले गए. ഞാനാണെങ്കിൽ ഇവരോടും കാര്യം തിരക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ ഞാൻ അവരെ വിളിച്ചു, അവരെന്നെ ശ്രദ്ധിക്കാതെ, ഞാൻ വിളിക്കുന്നത് കേൾക്കാത്ത പോലെ, അൻസുനി കർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാത്ത പോലെ കാണിച്ചിട്ട് അവര് നേരെ സിംഹത്തിന്റെ വായിലോട്ട് കടന്നുപോയി.
कुछ दिनों के बाद मैंने सुना कि शेर अहिंसा और सह अस्तित्ववाद का बड़ा जबरदस्त समर्थक है, इसलिए जंगली जानवरों का शिकार नहीं करता। मैं सोचने लगा शायद शेर के पेट में वे सारी चीजें हैं जिनके लिए लोग वहां जाते हैं, और मैं भी एक दिन शेर के पास गया. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു ഈ സിംഹം അഹിംസ അതുപോലെ സഹ അസ്തിത്വവാദ് ഒരുമിച്ചാണ് എല്ലാത്തിനും അസ്തിത്വമുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ സമർത്ഥിക്കുന്ന ഒരാളാണ് ഈ സിംഹം എന്ന് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഈ സിംഹം വൈൽഡ് ആനിമൽസിനെ, കാട്ടിലെ മൃഗങ്ങളെ ഒന്നും തന്നെ കൊന്നു കഴിക്കാത്തത് എന്നൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ സിംഹത്തിന്റെ വയറില് ഇതിനു മുൻപ് ഓരോ മൃഗങ്ങൾ അതിലേക്ക് കടന്നുപോയല്ലോ, അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഈ സിംഹത്തിന്റെ അടുത്തോട്ട് പോയി. ഷേർ आंखें बंद किए पड़ा था और उसका स्टाफ ऑफिस का काम निपटा रहा था. मैंने वहां पूछा, क्या सच है कि शेर साहब के पेट के अंदर रोजगार का दफ्तर है? അപ്പോൾ സിംഹം കണ്ണടച്ചുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഈ സിംഹത്തിന്റെ സ്റ്റാഫ് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും ഈ സിംഹത്തിന്റെ വയറിനുള്ളില് ഒരു തൊഴിലിന്റെ ഓഫീസ് ഉണ്ടോ എന്ന്. बताया गया कि यह सच है. പറഞ്ഞു ഇത് സത്യമാണെന്ന്. मैंने पूछा कैसे? ഞാൻ ചോദിച്ചു എങ്ങനെ. बताया गया सब ऐसे ही मानते हैं. मैंने पूछा क्यों, क्या प्रमाण है? പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്, എന്താണ് പ്രൂഫ്, പ്രമാൺ, തെളിവ് എന്താണുള്ളത്? बताया गया प्रमाण से अधिक महत्वपूर्ण है विश्वास. അപ്പോൾ പറഞ്ഞത് തെളിവിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മഹത്വമേറിയതാണ് വിശ്വാസം. मैंने कहा और यह बाहर जो रोजगार का दफ्तर है, അപ്പോൾ പുറത്തുള്ള ഈ തൊഴിലിന്റെ ഓഫീസോ? बताया गया मिथ्या है, അതൊക്കെ മിഥ്യ മാത്രമാണെന്ന് പറഞ്ഞു. मैंने कहा तुम लोग मुझे उल्लू नहीं बना सकते, वह शेर का मुंह है. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിഡ്ഢിയാക്കാൻ കഴിയില്ല, അത് സിംഹത്തിന്റെ വായാണ്. നേരത്തെ പറഞ്ഞ ഉല്ലു എന്ന് പറയുന്നത് ശരിക്കും മൂങ്ങ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഉല്ലു ബനാന എന്ന് വെച്ചാൽ വിഡ്ഢിയാക്കുക എന്നാണ്. അതൊരു ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്. ഷേർ കെ മുंह और रोजगार दफ्तर का अंतर मुझे मालूम है, मैं इसमें नहीं जाऊंगा. സിംഹത്തിന്റെ വായും അതുപോലെ തന്നെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും തമ്മിലുള്ള വ്യത്യാസം, അന്തർ എന്ന് വെച്ചാൽ വ്യത്യാസം, അതെനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഇതിനുള്ളിൽ പോവില്ല. മേരെ യ कहते ही गौतम बुद्ध की मुद्रा में बैठा शेर दहाड़कर खड़ा हो गया और मेरी तरफ झपट पड़ा. ഞാൻ ഇത് പറഞ്ഞു തീർക്കുന്നതോടെ തന്നെ ഗൗതമ ബുദ്ധനെ പോലെ ഇരുന്നിരുന്ന ആ സിംഹം എഴുന്നേറ്റ് എന്റെ നേരെ ചാടി. ഇനി നമുക്ക് സാരാംശം നോക്കാം. हिंदी के प्रसिद्ध समकालीन कहानीकार असगर वजाहत का प्रतीकात्मक कहानी है शेर. शेर समाज में व्याप्त भ्रष्ट सामाजिक व्यवस्था का प्रतीक है. അപ്പം ഹിന്ദിയിലെ പ്രശസ്തനായ സമകാലീൻ കഹാനിക്കാരായിട്ടുള്ള അസ്ഗർ വജാഹത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കഥയാണ് ഷേർ. ഷേർ എന്നത് സമൂഹത്തിലെ ഭ്രഷ്ട സാമാജിക് വ്യവസ്ഥ എന്ന് വെച്ചാല് കറപ്റ്റ് ആയിട്ടുള്ള, അഴിമതി നിറഞ്ഞിട്ടുള്ള സാമൂഹിക വ്യവസ്ഥകളുടെ പ്രതീകമാണ്. മേ പാത്ര ഷഹർ സെ या आदमियों से डरकर जंगल भागा था. उन्होंने देखा कि गधा, लोमड़ी, उल्लू, कुत्ते आदि जानवर സുഖമൈ ജീവൻ की प्रतीक्षा में शेर के मुंह के अंदर जा रहे हैं. ഞാൻ എന്ന കഥാപാത്രം പട്ടണത്തിൽ നിന്നും അവിടുത്തെ വ്യക്തികളിൽ നിന്നും ഭയന്ന് ഈ കാട്ടിലോട്ട് വന്നതായിരുന്നു. അവിടെ വന്നപ്പോൾ കണ്ടത് കഴുത, കുറുക്കൻ, മൂങ്ങ, നായ്ക്കള് എല്ലാം തന്നെ സുഖമയമായ ഒരു ജീവിതത്തിന്റെ പ്രതീക്ഷയിൽ സിംഹത്തിന്റെ വായിലോട്ട് കടന്നു പോകുന്നതാണ്. मैं पात्र सच्चाई को पहचान कर जानवरों की मूर्खता का विरोध करता है. ഞാൻ എന്ന കഥാപാത്രം സത്യം മനസ്സിലാക്കിക്കൊണ്ട്, സച്ചായി കോ പെഹചാൻ കർ എന്ന് വെച്ചാൽ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ മൃഗങ്ങളുടെ വിഡ്ഢിത്വം, മൂർഖത എന്ന് വെച്ചാൽ വിഡ്ഢിത്വം, അതിനെ എതിർക്കുന്നു. तब शेर दहाड़कर मैं पात्र की तरफ झपटता है. जो समाज में व्याप्त भ्रष्टता का विरोध करता है उसे भ्रष्ट समाज ही अपने में समेट लेता है.
അപ്പം ഇതിനെ ഈ മേ എന്നുള്ള കഥാപാത്രം എതിർത്തപ്പോൾ ആ സിംഹം എഴുന്നേറ്റ് അതിന്റെ നേരെ ചാടി അതിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഇതിൽ പറയുന്നത് സമൂഹത്തിലെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭ്രഷ്ടത, അഴിമതി, അതിനെ എതിർക്കുന്ന ആളുകളെ ഭ്രഷ്ടാചാരം തങ്ങളുടെ ഉള്ളിലാക്കുന്നു, അഴിമതി തങ്ങളുടെ ഉള്ളിലാക്കുന്നു.